നാട്ടുകൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽപ്പെട്ട കൊടക്കാട് കൊമ്പം ഭാഗങ്ങളിൽ മോഷണം വർദ്ധിക്കുന്നതായി റിപ്പോർട്ട്. ഈ പ്രദേശങ്ങളിലെ പള്ളികളും വീടുകളും കേന്ദ്രീകരിച്ചാണ് മോഷ്ടാക്കളുടെ വിളയാട്ടം. CCTV ക്യാമറകളില്ലാത്ത വീടുകൾ തിരഞ്ഞെടുത്ത് രാത്രിയിലാണ് മോഷണം നടത്തുന്നതെന്ന് വീട്ടുകാർ പറയുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയിൽ പ്രദേശത്തെ 4ഓളം വീടുകളിലാണ് മോഷണവും മോഷണ ശ്രമങ്ങളും നടന്നത്. കൊടക്കാട് ചക്കാലക്കുന്നൻ ലബീബയുടെ 3 പവൻ വരുന്ന കാലിലെ പാദസരമാണ് മോഷ്ടാക്കൾ അപഹരിച്ചത്. കൊടക്കാട് പള്ളിയുടെ മഖാമിലെ പണപ്പെട്ടിയും കുത്തിത്തുറന്ന് പണം മോഷ്ടിച്ചതായി പള്ളി അധികൃതർ അറിയിച്ചു. മോഷണ വിവരമറിഞ്ഞ് ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഏതാനും ആഴ്ചകൾക്ക് മുൻപ് നാട്ടുകൽ പോലീസ് സ്റ്റേഷന് സമീപമുള്ള മദീന റഹീം തട്ടുകടയിലും റിട്ടയർഡ് ട്രഷറി ഉദ്യോഗസ്ഥനായ കലംപറമ്പിൽ സെയ്ദിന്റെ വീട്ടിലും മോഷണം നടന്നിരുന്നു. പ്രദേശത്തെ വീട്ടുകാർക്ക് സ്വസ്ഥമായി ഉറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണെന്നും ജനങ്ങൾ ഭീതിയിലാണെന്നും നാട്ടുകാർ പറഞ്ഞു. പോലീസിന്റെ രാത്രികാല പട്രോളിംഗ് ശക്തമാക്കണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. എത്രയും പെട്ടെന്ന് മോഷ്ടാക്കളെ പിടികൂടാൻ നടപടികൾ സ്വീകരിക്കണമെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം സുബൈർ ആവശ്യപ്പെട്ടു. കൊമ്പം കൊടക്കാട് പ്രദേശങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ 1/2 ഡസനോളം വീടുകളിൽ മോഷ്ടാക്കളുടെ ശല്യമുണ്ടായി. അതിൽ ഒരു വീട്ടിൽ നിന്ന് ആഭരണം ഉൾപ്പെടെ നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടായി. മറ്റു വീടുകളിലൊക്കെ കയറി ഡ്രസ്സുകളും അലമാരകളൊക്കെ തകർത്ത് മോഷണ ശ്രമം നടത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നാട്ടുകൽ സ്റ്റേഷനിൽ പരാതി സമർപ്പിച്ചിട്ടുണ്ട്. പോലീസ് കൃത്യമായി ഇടപെട്ട് അന്വേഷണം നടത്തിയിട്ടുണ്ട്. ഈ സംഭവം ഉണ്ടായ ശ്രദ്ധയിൽപ്പെടുത്തി അന്ന് തന്നെ ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തിയുള്ള അന്വേഷണം അവർ ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും നാട്ടുകൽ പോലീസിൽ വിശ്വാസമുണ്ട്. 2 ദിവസം കൊണ്ട് തന്നെ അടുത്ത ദിവസങ്ങളിൽ തന്നെ പ്രതികളെ പിടികൂടാൻ കഴിയുമെന്നാണ് ഞങ്ങളുടെയൊക്കെ വിശ്വാസം. കുറ്റവാളികളെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണമെന്ന് പ്രദേശവാസിയായ ഹുസൈൻ തങ്ങളും അഭ്യർത്ഥിച്ചു. ഇപ്പോൾ അടുത്ത ദിവസമായി ഏകദേശം 6ഓളം വീടുകളിൽ ഈ മോഷണം, അത് 1-2 വ്യക്തികൾ അല്ല എന്നാണ് മനസ്സിലാകുന്നത്, ഒരു സംഘമാണ് 6ഓളം വീടുകളിൽ കയറിയിട്ട് മോഷണ ശ്രമം നടത്തിയിട്ടുണ്ട്. സാധനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് ചില വീടുകളിൽ നിന്ന്. ഇതിനെതിരെ ജനങ്ങൾ, ഈ കൊടക്കാട് കൊമ്പം പ്രദേശത്തുള്ളതായിരിക്കുന്ന ജനങ്ങൾ അതിനെതിരെ പ്രതിഷേധിക്കുകയാണ്. ഒരു നാട്ടുകാരനെന്ന നിലക്ക് നാളെ നാട്ടുകൽ പോലീസ് അതിന് കൃത്യമായിരിക്കുന്ന അതിൻ്റെ ഇടപെടലുകളും അന്വേഷണങ്ങളും ഊർജിതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും വന്നുകൊണ്ട് തെളിവെടുപ്പ് നടത്തുകയും അതുപോലെ തന്നെ അതിൻ്റെ കേസ് തെളിയിക്കാനായിരിക്കുന്ന പരിശ്രമങ്ങളിലേക്ക്, ആ ശ്രമങ്ങളിലേക്ക് പോലീസ് ഇടപെട്ടു എന്നുള്ളത് സ്തുത്യർഹമാണ്. ഞങ്ങൾക്കുള്ള വിശ്വാസവും പോലീസിനാണുള്ളത്. മോഷ്ടാക്കൾ വീടിനകത്തു കയറി അലമാരകളും മറ്റും തകർക്കുകയും തുണികൾ വാരി വലിച്ചിടുകയും ചെയ്ത നിലയിലാണ് മോഷണം നടത്തിയിട്ടുള്ളതെന്നും വീട്ടുകാർ കൂട്ടിച്ചേർത്തു. CCN ചത്തല്ലൂർ.